ഹായ് ഓൾ. കോഴിക്കോട് വടകരയിൽ നിന്നും ITI കംപ്ലീറ്റ് ചെയ്ത് ഇൻഫോ ക്യാമ്പസിൻ്റെ ഇൻമാപ്പ് ബാച്ചിലെ ഫസ്റ്റ് പ്ലേസ്മെൻറ്റ് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ ക്രാക്ക് ചെയ്ത് 22-ാം വയസ്സിൽ 4 LPA സാലറിയിൽ പ്ലേസ്ഡ് ആയിരിക്കുന്ന ഉദിത്താണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ഹായ് ഉദിത്. ഹായ് മാം. ഇൻഫോ ക്യാമ്പസിൽ എത്തുന്നത് വരെയുള്ള ജേർണി ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എൻ്റെ പേരൻസ് ഫോഴ്സ് അല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ ITIയിലേക്ക് പറഞ്ഞത് തന്നെ. അവിടെ നിന്ന് ITI അവിടുന്ന് ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ നെറ്റ്വർക്കിംഗ് കോഴ്സും നെറ്റ്വർക്കിൻ്റെ ഈ IT ഫീൽഡ് തന്നെ ഞാൻ ഇങ്ങനെ ക്ലിയർ ആയിട്ട് അറിയുന്നത് തന്നെ. അങ്ങനെ അതിനെപ്പറ്റി കുറച്ച് ഡീപ്പായിട്ടൊക്കെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് തോന്നി. ഞാൻ എടുത്ത ഫീൽഡ് ടെക്നോളജീൻ്റെതായതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ടെക്നോളജിയിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത ഫീൽഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. സാധാരണ ഒരു ITI സ്റ്റുഡൻറ്റ് ചിന്തിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ ഒരു കരിയർ ചൂസ് ചെയ്യണം എന്ന് തോന്നാൻ കാരണം എന്താണ്? ITI പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ നെറ്റ്വർക്കിംഗ് കോഴ്സ് ഞാൻ അറിയുന്നത് തന്നെ. അപ്പം അതിനെപ്പറ്റി എത്ര ഞാൻ ഡീപ്പായിട്ട് നോക്കുമ്പോഴും അത്രയും എനിക്ക് ഇൻട്രസ്റ്റിംഗ് കൂടുതൽ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ITI ഫീൽഡിൽ ഒരു ജോലി നോക്കാതെ തന്നെ നെറ്റ്വർക്കിംഗ് ഫീൽഡിലേക്ക് നോക്കി. ഇപ്പോൾ പ്ലേസ്ഡ് ആയ കമ്പനിയുടെ ഇൻ്റർവ്യൂ മെത്തേഡ്സും അതുപോലെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസും എന്തൊക്കെയായിരുന്നു എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുമോ? ITI എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, അതും പേൾ ഡാറ്റ ഡയറക്ടറിന്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഒരു കൂൾ മൈൻഡിലൂടെ ഈ ഇൻ്റർവ്യൂ ഫേസ് ചെയ്ത്, അതുകൊണ്ട് തന്നെ എനിക്കത് പ്ലേസ് ആവാൻ പറ്റി. ഓക്കെ. ഉദിത്ത് ഒരു സ്റ്റുഡൻറ്റ് എന്ന റോളിൽ നിന്നും അടുത്ത ആഴ്ച മുതൽ നെറ്റ്വർക്ക് എൻജിനീയർ എന്ന റോളിലേക്ക് പോവുകയാണല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈഫിൽ മിസ് ചെയ്യാൻ പോകുന്ന മൊമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? അത് ഇൻഫോ ക്യാമ്പസിലെ ഞങ്ങളുടെ ഇൻമാപ്പിൻ്റെ ബാച്ചും പിന്നെ ഞങ്ങളവിടെ ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന റാക്കും പിന്നെ ഈ ക്ലാസ് ടൈം കഴിഞ്ഞിട്ടുള്ള അവിടെ ഇരുന്നുള്ള കുറച്ച് ചോദ്യം ചെയ്യലും അങ്ങനത്തെ ഇതൊക്കെ തന്നെ. അതുപോലെ തന്നെ ഞങ്ങളുടെ 8 പേര് ഇൻമാപ്പിലെ ഫസ്റ്റ് 8 പേര് ഞങ്ങൾ ശരിക്കും എന്ന് പറയുക ഒരു സഹോദരന്മാരെ പോലെ ആയിരുന്നു. എല്ലാം ഷെയറും ചെയ്ത് എല്ലാം എന്താ പറയുക ഒരു കസിൻസ് പോലെ. അവരായിരിക്കും ഏറ്റവും കൂടുതൽ മിസ്സാകും. നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഇൻഫോ ക്യാമ്പസിൽ എന്താണ് ഫീൽ ചെയ്തത്? ഞാൻ ഈ നെറ്റ്വർക്കിംഗ് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ അതിൽ ഇൻഫോ ക്യാമ്പസിലെ ഇൻമാപ്പ് എനിക്കെന്തോ ഒരു ബെനിഫിറ്റ് ഉള്ളത് പോലെ തോന്നി. കാരണം അതിൽ കുറേ കോഴ്സുകളുണ്ട്. അതായത് നെറ്റ്വർക്കിംഗ് തന്നെ CCNA NP, പിന്നെ ഫയർവാളിൽ തന്നെ പലാൾട്ടോ, FortiGate, പിന്നെ ക്ലൗഡ് തന്നെ AWS, Azure, പിന്നെ F5 ലോഡ് ബാലൻസർ, അങ്ങനെ പിന്നെ ജോബ് ഗ്യാരണ്ടിയും അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയോ മറ്റേതിലും ഇൻവെസ്റ്റിനേക്കാൾ കൂടുതൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് എനിക്ക് ബെനിഫിറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ഇൻഫോ ക്യാമ്പസിലെ പഠന രീതിയും ട്രെയിനിങ് ക്വാളിറ്റിയും അതുപോലത്തെ ഇവിടുത്തെ ട്രെയിനേഴ്സും ഉദിത്തിനെ എത്രമാത്രം ഈ ഒരു പ്ലേസ്മെൻറ്റിലേക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അത് പറയുന്നതാണെങ്കിൽ എനിക്ക് ശരിക്കും അവിടെ ടീച്ചർ സ്റ്റുഡൻ്റ് എന്ന ഗ്യാപ്പ് തോന്നിയിട്ടില്ല. അതായത് ശരിക്കും ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിനെ ഒരു ഹെൽപ്പ് ചെയ്ത് ഒരു ജോബിൽ എത്തിക്കും അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയ ഒരു കരിയർ എത്തിക്കും എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതായത് ഇൻ്റർവ്യൂവിൻ്റെ ഒരു മണിക്കൂർ ഒരു 30 മിനിറ്റ്സ് മുന്നേ വരെ എന്നെ അവർ ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ ഒരു 30 മിനിറ്റ്സ് ഞാൻ സ്വയം മോട്ടിവേറ്റ് ആയിട്ട് അവർ തന്നെ. ഓക്കെ. ഇൻഫോ ക്യാമ്പസിലെ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും പ്ലേസ്മെൻറ്റ് ഓഫീസറും ഒക്കെ ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് ഉദിത്തിനെ എത്തിക്കാനും അത് പ്രിപ്പയർ ചെയ്യാനും എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇൻഫോ ക്യാമ്പസിൻ്റെ പ്ലേസ്മെൻറ്റ് അവർ മോക്കിൻ്റെ ഒരു തന്നിട്ടുണ്ട്. അതിനുപരി ഇൻഫോ ക്യാമ്പസിൻ്റെ CEO റിനി സാർ ഒരു ടീച്ചറായിട്ട് ഒരു മെൻറ്ററായിട്ടായിരുന്നു. സാറ് വകയും കുറേ മോക്ക് ഇൻ്റർവ്യൂകളും ക്ലാസ്സുകളും ഉണ്ടായിരുന്നു. പിന്നെ ഇമാപ്പ് എന്ന കോഴ്സിൽ ഒരു സോഫ്റ്റ് സ്കില്ലിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അവരൊക്കെ വേറെയും മോക്ക് ഇൻ്റർവ്യൂകളുണ്ടായിരുന്നു. പിന്നെ അതിൽ തന്നെ ശരിക്കും ഒരു റിയലൊരു മോക്ക് ഇൻ്റർവ്യൂ പോലെ ഉണ്ടായിരുന്നു. അതായത് സാറും എല്ലാവരും കൂടി ഒരു റിയൽ ഇൻ്റർവ്യൂ എങ്ങനെയാണോ അതേപോലെ ഒരു കണ്ടക്ട് ചെയ്തിരുന്നു. അതെനിക്ക് വളരെ ഉപയോഗപ്പെടുകയും ചെയ്തു. ഓക്കെ.
ഉദിത്ത് 1 വർഷത്തോളം ഇൻഫോ ക്യാമ്പസിലുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഏറ്റവും മറക്കാനാവാത്ത ഒരു അൺഫോർഗറ്റബിൾ മൊമെൻ്റ് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാൻ പറ്റുക? അൺഫോർഗറ്റബിൾ മൊമെൻ്റ് എന്ന് പറയുന്നത് അവിടുന്ന് ഞങ്ങൾ ഒരുപാട് എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷിക്കലുണ്ട്, പിന്നെ ഓരോ ഇവൻറ്റ്സും ഓണം അങ്ങനത്തെ ഒക്കെ ആഘോഷിക്കാറുണ്ട്. പിന്നെ വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇൻമാപ്പിൻ്റെ ഗ്രൂപ്പ് തന്നെ. ഞങ്ങൾ അവിടുന്ന് ഞങ്ങളെ ഗ്രൂപ്പ് തന്നെ ആയിട്ട് ട്രിപ്പും ഇതൊക്കെ പോയിട്ടുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായി, ഒന്നായിട്ട് പറയാൻ പറ്റില്ല. ഉദിത്ത് ഇപ്പോൾ ഒരു എംപ്ലോയർ ലെവലിലേക്ക് പോവാണല്ലേ? അപ്പോൾ ഇവിടെ ഇനി ഇൻഫോ ക്യാമ്പസും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബാച്ചും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. അതിലേറ്റവും മിസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഏതായിരിക്കും? അത് ഞങ്ങളുടെ ബാച്ച് തന്നെ. ഞങ്ങളൊരു 9 പേരുണ്ട്. ആ ബാച്ച് തന്നെ ആയിരിക്കും എന്തായാലും എനിക്ക് മിസ്സാവും. കാരണം ഈ 1 ഇയറിൽ ഓൾമോസ്റ്റ് 1 ഇയർ തന്നെ അവരോട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ അന്ന് ഓരോ ടാസ്കും പിന്നെ ഓരോ കാര്യങ്ങളെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മറക്കാൻ പറ്റാത്തവർ അവർ തന്നെയായിരിക്കും. പിന്നെ വെച്ചാൽ ഞങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നതായിരുന്നു തന്നെ ഞങ്ങൾക്ക് ഒരു ടൈമില്ല. ആ ഒരു ക്രിട്ടിക്കൽ ടൈമില്ല. അത് കഴിഞ്ഞാലും ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ വർക്ക് ചെയ്തും ഞങ്ങൾക്ക് ഇത് ഫിനിഷായെന്ന് തോന്നിയാൽ മാത്രമേ ഞങ്ങൾ അവിടെ നിന്ന് പോകാറുള്ളൂ. ഉദിത്, ഇതുപോലെ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഉദിത്തിൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അല്ലാതെ ഉദിത്ത് അറിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരോട് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ? ഞാനൊരു നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് IT ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ പ്ലേസ് ആയതാണ്. ഞാൻ മനസ്സിലാക്കി വെച്ചാൽ നല്ലൊരു ഗൈഡൻസും ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും IT ഫീൽഡിൽ വരാം. അത് കോഡിങ് അവർക്ക് നോക്കി ടഫാണെങ്കിൽ അവർക്ക് നെറ്റ്വർക്കിംഗ് അവർക്ക് ഈസായി തോന്നാം. ഓക്കെ ഉദിത്, അപ്പോൾ ഇത്രയും നേരം നമ്മളോട് കൂടെ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തതിൽ ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മാം.